നമ്മുടെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പൊക്കെ നേരിടാൻ പോകുന്ന വലിയൊരു വെല്ലുവിളിയാണ് ഈ ഡ്രഗിനെ ഈ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായിട്ട് ഡ്രഗിനെ മുഴുവനായിട്ട് തൂത്തെറിയുക എന്നുള്ളൊരു കാര്യം. അത് എത്രമാത്രം പോസിബിൾ ആണ്, അവർ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് തുടങ്ങിയതൊക്കെ വലിയൊരു വിഷയമാണ്. ഇപ്പോൾ വി ഡി സതീശൻ്റെ തന്നെ കുറേ മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു ശബ്ദശകലം ഒന്ന് കേൾപ്പിക്കാം. അഡിക്റ്റ് ആക്കിയിട്ട് പിന്നെ പൈസ ഇല്ലാതാവുമ്പോൾ അവരെ കാരിയേഴ്സ് ആക്കുക. സെക്കൻഡ് തിങ് എൻഫോഴ്സ്മെന്റ് ആണ്. പോലീസിന്റെ എക്സൈസിന്റെയും ജോലി അവയർനെസ് അല്ല, എൻഫോഴ്സ്മെന്റ് ആണ്. ഇതിപ്പോ പിടിക്കുന്നുണ്ട് കേസ് ആരെയാണ്? ലാസ്റ്റ് കണ്ണിയാണ് ഇത് ഉപയോഗിക്കുന്നവരെയാണ്. അവൻ 3 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നടത്തി ജാമ്യത്തിൽ പോകും. സോഴ്സ് ടാപ്പ് ചെയ്യാം. എവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഇത് വരുന്നത്? ട്രെയിനിലാണോ വരുന്നത്? ബൈ റോഡാണോ വരുന്നത്? കടലിൽ കൂടിയാണോ വരുന്നത്? എവിടെയാണ് ഇതിന്റെ സപ്ലൈ? അത് അന്വേഷിച്ചു. അതിനുള്ള സംവിധാനം കേരളത്തിൽ വേണം. ആ എൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുത്തിയാൽ നമുക്ക് ഇതിനെ ആ എൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുത്തണം. എവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഇത് വരുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? MDMA പോലെയുള്ള രാസലഹരിയിലാണെങ്കിൽ അത് ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നുമാണ്. മറ്റേ കഞ്ചാവ് പോലെയുള്ള കുറച്ചുകൂടി വീര്യം കുറഞ്ഞ ഹൈബ്രിഡ് അടക്കമുള്ള സാധനങ്ങളാണെങ്കിൽ ആന്ധ്രാപ്രദേശ് അതുപോലെയുള്ള ഒഡീഷ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ സാധനം വരുന്നത്. പിന്നെ ഈ പറഞ്ഞതൊക്കെ കൊള്ളാം, ഇത് നടപ്പിൽ വരുത്തിയാൽ വളരെ ഗംഭീരമാകും. കേരളം ശരിക്കും ഇപ്പോൾ ഒരു ഡ്രഗ് ക്യാപിറ്റലാണ് ഇന്ത്യയിലെ എന്നൊക്കെ പറയുന്നുണ്ട്. അതത്രമാത്രം ശരിയല്ല. പക്ഷേ പിടിക്കപ്പെടുന്ന കേസുകളുടെ നമ്പർ നോക്കിയാൽ പഞ്ചാബാണ് ഇന്ത്യയുടെ ഒരു ഡ്രഗ് ക്യാപിറ്റലായി കണക്കൂട്ടിക്കൊണ്ടിരുന്നത്. അവിടെ 9,000-ലധികം കേസുകളാണ് പിടിക്കുന്നതെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ പിടിക്കുന്നത് അതിൻ്റെ 3 ഇരട്ടിയാണ്. 27,000-ലധികം കേസുകളാണ് പിടിക്കുന്നത്. ഈവൻ കൊച്ചിയിലൊരു ഉദാഹരണം കൂടി ഗോത്രമുള്ളൂ. എന്നാൽ കൊച്ചിയിൽ 1,200-ലധികം കേസുകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ, 3-4 കൊല്ലങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പിടിക്കുന്നത് 6,900-ലധികം കേസുകളാണ്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിയ കേസുകളുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇപ്പോൾ ഒഡീഷയിലൊക്കെ പിടികൂടുന്ന ക്വാണ്ടിറ്റി വൈസ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ 1.4 ലക്ഷവും 55,000 ഒക്കെയാണ് മറ്റു പല സ്റ്റേറ്റുകളിലും പിടികൂടുന്നതെങ്കിൽ അതിൻ്റെ ഒരു 1%, 5% പോലും കേരളത്തിൽ പിടികൂടുന്നില്ല എന്നുള്ളതൊക്കെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. കേരളത്തിൽ ഇതിൻ്റെ കൺസംഷൻ കൂടുന്നു എന്നുള്ളത് വളരെ വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുവും അതുപോലെ മറ്റു പല നാഷണൽ ന്യൂസ് പേപ്പേഴ്സും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ പഞ്ചാബിൽ 1,00,000-ൽ ഏതാണ്ട് 30 പേരാണ് ഇത്തരത്തിൽ ഡ്രഗ് യൂസ് ചെയ്യുന്നതെങ്കിൽ കേരളത്തിൽ അത് യൂസ് ചെയ്യുന്നവരുടെ നമ്പർ ഏതാണ്ട് 1,78,000 എന്നൊക്കെയാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വലിയ നമ്പറാണ്. തീർച്ചയായിട്ടും അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. പക്ഷേ അതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് നമ്മളിപ്പോൾ ഏതെങ്കിലും പോഡ്കാസ്റ്റിലിരുന്ന് പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യം അല്ല. കാരണം അതിൻ്റെ നെറ്റ്വർക്ക് കേരളം മുഴുവൻ പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത് അതിഭീകരമായിട്ടുള്ള നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്കിലൂടെ കൊക്കൈൻ മുതൽ MDMA മുതലുള്ള ഹൈബ്രിഡ് കഞ്ചാവ് വരെയുള്ള രാസലഹരികളെല്ലാം ഇവിടെ വരുന്നുണ്ട്. അത് പിടികൂടണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ആദ്യമേ തന്നെ സതീശൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്, വി ഡി സതീശൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്. എവിടെയാണ് ഇതിൻ്റെ സോഴ്സ്, ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നറിഞ്ഞ് അവരെ പൊക്കാനായിട്ട് തയ്യാറാകണം. അങ്ങനെ അവരെ പൊക്കുകയും അവരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് ഇത് നിർത്താൻ പറ്റും. ഒന്ന്. രണ്ടാമത്തത്, ഇതിൻ്റെ സപ്ലൈ കട്ട് ചെയ്യാനായിട്ട് വലിയ തോതിലുള്ള ബോധവൽക്കരണം കൊടുക്കണം. ആ ബോധവൽക്കരണം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു അധ്യാപകർ വന്നിട്ട് മറ്റു സ്കൂളുകളിൽ ക്ലാസ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയും 127 കോടി രൂപയാണ് കഴിഞ്ഞോളം നീക്കി വെച്ചിട്ടുണ്ടായത്. ആ 127 കോടി രൂപ ഇതുപോലെ പുട്ടടിച്ച് തീർന്നു അല്ലാതെ ഇതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതുണ്ടാകണമെങ്കിൽ ഇത്തരത്തിൽ വളരെ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ വേണം എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ ഈ ചെയിനിലേക്ക് പുതിയ ആളുകൾ വന്നു ചേരുന്നു എന്ന് പറയുന്നത് അതൊരു അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് വളരെ അതായത് 20 വയസ്സ് ഉള്ള പെൺകുട്ടികൾ പോലും ഈ ചെയിനിൻ്റെ ഭാഗമാവുകയാണ്, അല്ലെങ്കിൽ അവരെത്തിപ്പെടുകയാണ്. ഇത് ഒരു ക്യാച്ച് ദം യങ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം യഥാർത്ഥത്തിൽ അവർ ഗംഭീരമായി നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു 18, 21, 22 വയസ്സിനിടക്ക് പ്രത്യേകിച്ചും കുടുംബങ്ങളിൽ ചില പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ വിഷയങ്ങളുള്ള ആളുകളെ കണ്ടെത്തി ഓരോ സ്ഥലങ്ങളിലും തന്നെ ഇതിൻ്റെ ഏജൻറ്റുമാർ അവിടെ ചെല്ലുകയും ഫ്രീ ആയിട്ട് അവരെ പരിചയപ്പെടുകയും സുഹൃത്താക്കുകയും ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുകയും അങ്ങനെ ഒരു 10 വട്ടം കൊടുത്ത് ഇവരെ അഡിക്റ്റ് ആക്കിയതിന് ശേഷം വീണ്ടും വേണമെന്ന് ചോദിക്കുമ്പോൾ നീ ഇതിൻ്റെ ക്യാരിയർ ആകാൻ ആവശ്യപ്പെടുകയും ക്യാരിയറായി 4-5 വട്ടം കഴിയുമ്പോഴേക്കും നീ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആകണം എന്ന് പറയുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ 1-10 ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനിയന്ത്രിതമായ ലെവലിൽ ഈ സാധനം പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായി വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ മദ്യപിച്ച് പോയാൽ നിങ്ങളെ പോലീസ് പിടിക്കും.
ഇതടിച്ചാൽ പോലീസ് പിടിക്കില്ല. ഇതടിച്ചാൽ പോലീസ് പിടിക്കില്ല. കാരണം പോലീസ് കുതി നോക്കിയിട്ട് ഇത് കിട്ടുമോ? MDMA വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിക്കുക? ഇല്ല. പിന്നെ ഇത് എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ടത് ഒരു ഡ്രഗിൻ്റെ ഉപയോഗം കൂടുന്നു എന്നുള്ള നിലക്ക് മാത്രമല്ല. കേരളത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 5 കൊല്ലങ്ങൾ കൊണ്ടായിട്ട് 36ഓളം വരുന്ന കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ആ 36 കൊലപാതകങ്ങളിലെ കാരണം ഡ്രഗാണ്. ആ ഡ്രഗ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവരത് എന്ത് ചെയ്യില്ലായിരുന്നു, കൊല്ലില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പം അത്തരത്തിൽ സ്വന്തം വീട്ടുകാരെ അടക്കം, സ്വന്തം സുഹൃത്തുക്കളെ അടക്കം, ബന്ധുക്കളെ അടക്കം ഉപദ്രവിക്കുന്ന, പോലീസുകാരടക്കം ഉപദ്രവിക്കുന്ന ലെവലിലേക്ക് ഇവരുടെ മാനസിക നില തെറ്റുകയാണ് കുറച്ച് കഴിയുമ്പോഴേക്കും. ആ മാനസിക നില തെറ്റുക എന്ന് പറയുന്നത് അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അപ്പം അതിനൊക്കെ കൃത്യമായി ഒരു സിസ്റ്റം ഉണ്ടാക്കണം. ഇത് ഞാൻ പറയുന്നത് ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിച്ച് നാളെ രാവിലെ 250 കോടി കൊടുത്ത് ഈ സാധനം ഇങ്ങോട്ട് ഇറക്കുന്നവരെ പിടിച്ചിട്ട് നിർത്തുക എന്നൊക്കെ പറയുന്നത് മാത്രം കൊണ്ട് ഇത് സാധ്യമാകും. കേരള പോലീസ് അത്രയും പരാജയമാണോ? അതായത് ഇതിന്റെ സോഴ്സ്, അതായത് VD സതീശൻ പോലും ചോദിക്കുന്നത് എവിടുന്നാണ് ഇത് വരുന്നത്? കാറിലാണോ വരുന്നത്, റോഡിലാണോ വരുന്നത്, ട്രെയിനിലാണോ വരുന്നത്, അല്ലെങ്കിൽ മറ്റ് കടൽ വഴിയാണോ വരുന്നത്? ഇത് കണ്ടെത്താൻ, ഇതിന്റെ മെയിൻ ആളെ പിടിക്കാനായിട്ട് അത്രയും പരാജയമാണോ നമ്മുടെ സംവിധാനം? കേരള പോലീസ് പരാജയമാണോ എന്നൊക്കെ ചോദിക്കുന്നത് വെറും ഈ പറഞ്ഞ അങ്ങനെയുള്ള ചോദ്യം ഒക്കെ തന്നെ പലരും ചോദിക്കും. അതൊക്കെ വെറും അസംബന്ധമാണ്. ഏതെങ്കിലും സമൂഹത്തിൽ പോലീസ് മാത്രം വിചാരിച്ചതുകൊണ്ട് കളവില്ലാതാകുന്നു, മറ്റേ ഡ്രഗ് ഇല്ലാതാകുന്നു എന്നൊക്കെയുള്ളത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിതിനെക്കുറിച്ച് ഗൗതം അറിയേണ്ടത് വളരെ വിശദമായി ഞാനിത് നേരത്തെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഗൗതം അറിയേണ്ടത് അമേരിക്കയും കാനഡയും അടക്കമുള്ള രാജ്യങ്ങളിൽ മിക്ക സ്റ്റേറ്റുകളിലും തന്നെ ഈ കാനബീസ് എന്നറിയപ്പെടുന്ന കഞ്ചാവ് ലീഗലൈസ് ചെയ്തു. എന്താണ് കാര്യമെന്ന് ഗൗതത്തിന് അറിയും? എന്താണെന്നറിയോ? മെക്സിക്കോ വഴി ഇങ്ങോട്ട് കടത്തുന്ന രാസലഹരികൾ അവർക്ക് തടയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇനി തടഞ്ഞാൽ തന്നെ ഒരു കേസ് പിടിക്കുന്നതിന് അവരുടെ ചെലവെന്ന് പറയുന്നത് $10,000. ആ $10,000 ഒരു കേസ് പിടിക്കുന്നതിന് ചിലവാകുമ്പോൾ അത്രയും വലിയ പണം ഇതിനകത്തേക്ക് ഇറക്കിക്കൊണ്ട് ഇത് മുഴുവനായും തടയുക എന്ന് പറയുന്നത് എങ്കിൽ പോലും അസാധ്യമാണെന്ന് ഏത് രാജ്യമാണ്? ശ്രീലങ്കയല്ല, അമേരിക്ക കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാനബീസ് ഫ്രീ ആക്കി കൊടുക്കാം എന്ന് അവർ വിചാരിച്ചിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ കാനഡയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ടൊറൻറ്റോയിൽ പോയിട്ടുണ്ടെങ്കിൽ, ബ്രാംപ്ടണിൽ പോയാൽ, നിരവധി സ്ഥലങ്ങളിൽ പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നല്ല ലക്ഷറി ആയിട്ടുള്ള ഷോറൂമുകൾ കിട്ടും. നിങ്ങൾക്ക് അവിടെ കയറി പല കളറിലുള്ള സാധനം മേടിച്ച് എന്ത് ചെയ്യുക, പഠിക്കാം. അപ്പം അത്തരത്തിലുള്ള പല നടപടികളും വരെ ലോകത്ത് പല വലിയ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഗൗതം ഒന്ന് മനസ്സിലാക്കണം, ഈ ഒരു 32 കോടി ജനങ്ങളേ ഉള്ളൂ അമേരിക്കയിൽ, മനസ്സിലായ? അപ്പം അത്തരത്തിലുള്ള ചെറിയ, അതായത് നമ്മുടെ ഇവിടുത്തെ ജനസംഖ്യ പോലെ ജനസംഖ്യ ഇല്ലാത്ത രാജ്യങ്ങളിൽ പോലും ഇത് നിയന്ത്രിക്കാൻ അവർ കിടന്ന് പാടുപെടുകയാണ്. അപ്പം നിങ്ങൾ രാവിലെ വിളിച്ചിട്ട് കേരള പോലീസ് പരാജയമാണെന്നൊന്നും പറയുന്നതിലൊന്നും അർത്ഥമില്ല. പിന്നെ കേരള പോലീസ് ഒരു പരിധിവരെ ഇത് നിയന്ത്രിച്ചേനെ, പക്ഷെ അതിൻ്റെയും മുകളിൽ രാഷ്ട്രീയമായിട്ടുള്ള ചില പാട്രേജുകൾ, രക്ഷാധികർത്തൃത്വം ഇതൊക്കെ ഉള്ളത് കൊണ്ടിട്ടാണ് ഇത് നടക്കാത്തത്. കാരണം ഇത് കോടികൾ കൊയ്യുന്ന വലിയൊരു ബിസിനസ് കൂടിയാണ്. ഇപ്പം നിങ്ങൾ ആന്ധ്രയിൽ നിന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ളവിടെന്നോ ഒരു പൊതി കഞ്ചാവ് കൊണ്ടുവരുമ്പോൾ ഇങ്ങോട്ട് നിങ്ങൾ 2,000 രൂപ കൊണ്ടുവരുന്ന സാധനം നിങ്ങൾക്ക് 20,000 രൂപ വിൽക്കാം. അപ്പം അതിൻ്റെ റിസ്ക് കൂടുതലാണ്, അപ്പം ലാഭവും കൂടുതലാണ്. സാർ, ഇതിന്റെ പിന്നിൽ ഇപ്പം ഇത്തരത്തിലുള്ള ലഹരികൾ, ഇത് MDMA ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു ലഹരികൾ, സിന്തറ്റിക് ഡ്രഗ്സ്, ഇത് വിറ്റുകൊണ്ട് പൈസയാക്കാം എന്നത് മാത്രമാണോ ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം? ഇത് പൈസ മാത്രമല്ല, രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ കൂടിയുണ്ട്. അത് ഇപ്പൊ പറയാൻ പോയ ഇവിടെ നിന്നും കൊണ്ട് അവസാനിക്കില്ല. പല ലോകരാജ്യങ്ങളിലും പൈസ മാത്രമല്ല ലക്ഷ്യം. പൈസ മാത്രമല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇതിങ്ങനെ വന്നാൽ പൈസ ഒന്നാമത്തെയും രണ്ടാമത്തെയും വലിയ ലക്ഷ്യമാണ്. മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങൾ പലപ്പോഴും ഇത് അതായത് അവർ രാജ്യത്ത് നടക്കുന്നത് എന്താണ്, മറ്റേ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്, ഇതിനെയൊന്നും ബോധവാന്മാരാകാതെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പല അഭിരമിക്കലുകളിലും പെടണം. അതിലൊന്നാണ് ഡ്രഗ്സ്, അതിലൊന്നാണ് ചില മറ്റേ ഇതുപോലെയുള്ള എൻ്റർടൈൻമെൻറ്റുകൾ, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് അവർ പെട്ട് കഴിഞ്ഞാൽ പതുക്കെ ഈ ലോകത്ത് അങ്ങനെ വലിയ ചോദ്യം ചെയ്യപ്പെടില്ല, ഭരണാധികാരികൾ ചോദ്യം ചെയ്യപ്പെടില്ല, തെറ്റായ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടില്ല എന്നുള്ളത് മുതൽ, ഞാൻ പറയുന്നത് അത് കൊണ്ട് എല്ലാവരെയും കഞ്ചാവ് അടിപ്പിച്ചേക്കാന്നല്ല, എന്നുള്ളത് മുതൽ ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള ഒരുപാട് വലിയ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ ഡിസിഷൻ എടുക്കുന്നത് ആരാ? ഏതാ ഇത്തരത്തിലുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ ആരാണ്? ഇതിന്റെ പുറകിലുള്ള ഒരു പ്രധാന ബ്രെയിൻ വേണമല്ലോ. ആ ബ്രെയിൻ ആരാണ്? പ്രധാന ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇതൊരു ഇന്റർനാഷണൽ മാർക്കറ്റ് കൂടിയാണ്. ഇപ്പൊ ഗൗതം അറിയേണ്ടത് അഫ്ഗാനിസ്ഥാന്റെ ഏറ്റവും വലിയ വരുമാനം എന്താ ഗൗതത്തിന് അറിയോ? ഹെറോയിനാണ്. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പൊ ഈ നേരത്തെ ഇപ്പൊ താലിബാൻ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ അവര് ഒഫീഷ്യലിയും അത് ചെയ്യുന്നു, നേരത്തെ ഒഫീഷ്യൽ അല്ലാതെ ചെയ്യുന്നു. ഈ താലിബാന്റെ വരുമാനം എന്താന്ന് ഗൗതത്തിന് അറിയോ?
താലിബാന്റെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് ലോകത്തിലേക്ക് വേണ്ടിയിട്ടുള്ള കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന അവിടെയാണ്. ആ കറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അതിന്റെ 80% കയറ്റുമതി ലോകത്തേക്ക് ചെയ്യുന്നത് മുഴുവൻ അവരാണ്. ആര്? ഈ പറയുന്ന അവരാണ് വിസ്മയമാകുന്നത്. എന്നിട്ടാണ് മീഡിയ വൺ ഇവിടെ മറ്റേ മയക്കുമരുന്നിനെതിരെ സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ ശരിയാവുന്നത്? സ്ത്രീകൾക്ക് എത്രയാ 8 വയസ്സ് വരെ പഠിക്കാൻ പാടുള്ളൂ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ഇത് ഞാൻ പറയുന്നത് ഇത് ഇനി ഇപ്പൊ ISIS അടക്കം അല്ലെങ്കിൽ മറ്റ് നിരവധി ആളുകളടക്കമുള്ള തീവ്രവാദ സംഘടനകൾ ഇവരുടെയൊക്കെ പണത്തെക്കുറിച്ച് ഔട്ട്ലുക്ക് ഒരു തവണ വലിയൊരു ലേഖനം എഴുതിയിരുന്നു. അത് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. 1100 മില്യൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്രയും മില്യൺ US ആണ് ഇവരുടെ വരുമാനം. അപ്പം അത്തരത്തിലുള്ള വലിയ വരുമാനങ്ങളിലേക്ക്, വലിയ സാമ്പത്തികത്തിലേക്ക് എങ്ങനെയാണ് ഇവർ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇത്തരത്തിലുള്ള ഡ്രഗ് കാർട്ടലുകളും മാഫിയകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ ISI ഒക്കെ തന്നെ ഒഫീഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹാജി സലീം ഗ്രൂപ്പുകളൊക്കെ ഉള്ള ആളുകൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യൻ യുവത്വത്തെ തന്നെ മയക്കുമരുന്നിലാക്കൽ അവരുടെ പ്രൊജക്റ്റാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ പല ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. നമുക്കറിയില്ല പാകിസ്ഥാനിലൊക്കെ ഉള്ള ആളുകൾ എന്താണ് ഇപ്പൊ എങ്ങനെയാണ് പഞ്ചാബ് വലിയ തോതിൽ ഈ പറയുന്ന പിടിയിലമർന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിൽ പാകിസ്ഥാനിലേക്ക് അടക്കമുള്ള ഓപ്പറേഷനുകൾ ഉണ്ടാവും, ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഇതുമായി കെട്ടുപിണഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അതുകൊണ്ട് രാവിലെ കേരള പോലീസ് ഉണർന്ന് എണീറ്റാൽ ഇത് കുറയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇത് വെറുതെ ഇരുന്നാലും കാശ് കിട്ടുന്ന ഒരു പണിയായതുകൊണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. 100% ഉറപ്പാണ്. കേരള പോലീസ് ഉണർന്നെണീറ്റ് പ്രവർത്തിച്ചാൽ ഇപ്പോൾ ഉള്ളതിൻ്റെ കാലിലൊന്നായി ഇത് മാറും. ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് കുറേയൊക്കെ. കാരണം എന്താ, എക്സൈസ് അടക്കമുള്ള നിരവധി ആളുകൾ 27,000 കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഞ്ചാബിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒന്നും കേസില്ലാഞ്ഞിട്ടില്ല. നമ്മളിവിടെ കൂടുതൽ പിടിക്കുന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷെ പിടിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. അല്ലെങ്കിൽ ഗൗതം അറിയേണ്ടത് പിടിക്കുന്ന ക്വാണ്ടിറ്റി മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കിലോയിൽ താഴെ കഞ്ചാവ് കുടിച്ചാൽ ഇപ്പൊ നിങ്ങളെ ജാമ്യം കിട്ടും. ബൾക്കായിട്ട് കേരളത്തിലേക്ക് സപ്ലൈ ചെയ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള ഡ്രഗുകളുടെ വരവുണ്ടല്ലോ, അതിനെ പൂർണ്ണമായിട്ടും തടയാൻ പറ്റുമോ? പൂർണ്ണമായിട്ട് തടയാൻ ഗൗതം ഇപ്പൊ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു പണിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, സതീശൻ ഈ പറയുന്ന കാര്യമൊക്കെ വളരെ ന്യായയുക്തമാണെങ്കിൽ നാളെ രാവിലെ മുതൽ സതീശൻ ചെയ്യേണ്ടത് കേരളത്തിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പരിശോധന തുടങ്ങണം. ചെയ്യില്ലേ, നമുക്ക് കാണാം. കാരവനുകളിൽ പരിശോധന തുടങ്ങണം. അതായത് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലെ കാരവനുകളിൽ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. ഞാൻ പറയുന്നത് ഇവിടെ തെളിവുണ്ടല്ലോ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി പോട്ടെ, എക്സൈസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ടിനി ടോമിന്റെ കൊച്ചിന് മറ്റേ ഇതിലേക്ക് ഒരു അവസരം കിട്ടി, സിനിമയിലേക്ക്. അപ്പോൾ കൊച്ചിനെ വിടൂലെന്ന് പറഞ്ഞത്. അപ്പൊ എന്താ വിടൂലെന്ന് ചോദിച്ചപ്പോൾ കാര്യം എന്താണെന്ന് പറയണമെന്നറിയോ? എന്താ പറഞ്ഞത്? എൻ്റെ മകനെ ഞാൻ അയക്കൂല, കാരണം വെച്ചാൽ മയക്കുമരുന്നിന് അടിമയായി പോകുന്ന ഏത് സിനിമയിലേക്ക് വിട്ടാൽ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇനി ടിനി ടോം തന്നെ വൈകാരികമായി ഒരിടക്ക് പറഞ്ഞു പോയൊരു കാര്യമുണ്ട്. ഞാനതിവിടെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എന്നോട് ചോദിക്കരുത്, ഞാൻ പറയണില്ല. ഗൗതം അറിയേണ്ടത്, ഒരു നടൻ മറ്റേ പല്ല് ദ്രവിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരാണ് നടൻ? ഫേമസ് ആയിട്ടുള്ള നടൻ. അപ്പോൾ അത്തരത്തിലുള്ള പല നടന്മാരും വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നടന് പല്ല് ദ്രവിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ കേരളത്തിലല്ല നടക്കുന്നത്. ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും സിനിമയുമായി ബന്ധപ്പെട്ട ഒരാൾ തന്നെയല്ലേ പറഞ്ഞത്, താരങ്ങൾക്ക് പണം മാത്രം കൊടുത്താൽ പോരാ, സാധനവും കൂടി കൊടുത്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെയുള്ള ചില ആളുകളല്ലേ. അപ്പൊ ഇതിനകത്ത് അന്വേഷണം വേണ്ടേ? ഒരു സ്ഥലത്ത് ഇവർ പരിശോധന നടത്തിയിട്ട് നമുക്കറിയോ? എന്തുകൊണ്ടാണ് സിനിമ ഇൻഡസ്ട്രി, അതായത് കേരളം ചോദിക്കുന്ന ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷനുള്ള കേരള മുഖ്യമന്ത്രിയോട് കേരളത്തിലെ പൊതുജനം, അങ്ങയോട് ഇഷ്ടമുള്ള ആളുകൾ ചോദിക്കുന്നത് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഒരു റെയ്ഡ് നടത്താനായിട്ട് ധൈര്യം. താങ്കൾ അതല്ലേ ചോദിച്ചത്? അല്ല, തീർച്ചയായിട്ടും. ഞാനിപ്പോ VD സതീശനെ കുറ്റം പറയുന്നില്ല. ഇപ്പൊ അദ്ദേഹം ആകെ 10 ദിവസം അല്ലെ 15 ദിവസം അല്ലേ അവിടെ ഇരുന്നിട്ട് ഇരിക്കട്ടെ. ഞാൻ പറയണത്, പക്ഷെ ആദ്യം നടത്തേണ്ടത് ഇതാണ്. സിനിമ ലൊക്കേഷൻ. കാരണം എന്താണെന്നറിയാമോ? സിനിമ ലൊക്കേഷൻ, ആ ലൊക്കേഷനിൽ എന്താ കാര്യം എന്നറിയോ? ഇത് നടത്തിയ ആളുകളെ പിടിച്ചാൽ ഇവിടെ കിട്ടാൻ പോകുന്ന പബ്ലിസിറ്റി ഭീകരമാണ്. ഇപ്പൊ ഗൗതമത്തിനും എനിക്കും ഞാൻ ചോദിക്കുന്നു, ഇന്ന് പ്രമുഖ നടന്റെ കൈവശം നിന്ന് ഇത്രത്തോളം വരുന്ന ഡ്രഗ് പിടിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു വാർത്ത നമ്മളെ ടെലിവിഷൻ മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അത് കേരളം ഞെട്ടില്ലേ? കേരളം ഞെട്ടട്ടേന്ന്. കേരളം ഞെട്ടുക മാത്രമല്ല, ചെറുപ്പക്കാരായിട്ടുള്ള വാർത്ത കാണാത്ത ആളുകൾ കൂടി ഇത് വന്ന് കാണുകയും അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളും കൂടി അനുഭവിക്കേണ്ടി വരികയും ചെയ്യുമെന്ന് അവർ മനസ്സിലാക്കട്ടെ. നല്ല കാര്യമല്ലേ? ഞാൻ പറയണ, അങ്ങനെ താരങ്ങൾ ആരും ഉപയോഗിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അവരെ പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഉപയോഗിക്കണ്ടെങ്കിൽ അവരെ പിടിക്കട്ടെ എന്ന് ഞാൻ പറയണ. പിടിച്ചിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം ഗുണം എന്താ? ഗുണം നേരത്തെ ഇതുപോലെ പ്രൊമോഷൻ വന്നിരുന്നിട്ട് അഭ്യാസം കാണിക്കുകയും മറ്റുള്ളവർ തെറി പറയുകയും അതുപോലെ സിനിമാ സെറ്റിൽ ചെല്ലുമ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ലെന്ന് സാന്ദ്ര എന്ന് പറയുന്ന നിർമ്മാതാവ് പറയുകയും
അതുപോലെ മറ്റേ RDXന്റെ നിർമ്മാതാവും മറ്റു പല ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ സുഖകരമായി ജീവിക്കാം എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് കൊടുക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ജീവിതം, നമുക്ക് സുഖകരം. അത് മാറുന്നു എന്ന് പറയുന്ന ഒരു ചിന്ത എന്ത് ചെയ്യട്ടെ, പൊതുജനങ്ങൾക്ക് കിട്ടട്ടെ, യുവാക്കൾക്ക് കിട്ടട്ടെ, അതിനെന്താ കുഴപ്പമുള്ളത്? താങ്കൾ അതിനോടൊപ്പമാണ്. ഞാൻ പറയണത് അങ്ങനെ നിങ്ങൾ ആദ്യം തന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു കിടുക്കുണ്ടാവുമല്ലോ. ഇനി പിന്നെ അടുത്തൊരു കാര്യം ഞാൻ ഏത് പ്രമുഖ നടനെ അല്ല നടനെ ആരെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും ഇപ്പൊ അങ്ങനെ നമ്മൾ പറയണത് എന്തല്ല, നമ്മൾ കേട്ടി കേൾവികളിലെയോ അല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ നമുക്ക് തെളിവൊന്നും കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇനി ഞാൻ അടുത്തൊരു കാര്യം ഉണ്ടെങ്കിലും തെളിവൊന്നും കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല, അതൊക്കെ നടക്കുന്ന കാര്യമല്ല, അതൊക്കെ പോട്ടെ. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താ, ഇതിന്റെ അടുത്ത കാര്യം എന്താ, ഈ കൊക്കൈൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉണ്ടല്ലോ, സൈക്കോട്രോപിക് ഡ്രഗ്സ് ഉണ്ടല്ലോ, NDPS ആക്ട് പ്രകാരം എടുക്കുമ്പോൾ. ഈ കൊക്കൈൻ്റെ വില എത്രയാണെന്ന് ഗോപത്തിന് അറിയാം? എത്രയാണ്? ഞാൻ ഉപയോഗിക്കാറില്ല, എനിക്കറിയില്ല. ഇതിനെ അറിയാം, ഉപയോഗിക്കാൻ പറ്റില്ല. അത് കാരണം എന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ എവിടെ കൂടി ഇരിക്കില്ല. കാരണം ഒരു ഗ്രാമിന് 1 ലക്ഷം രൂപ എടുത്ത് വരും. പ്യുവറായിട്ടുള്ള കൊക്കൈൻ ഈ പറഞ്ഞ സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ റിസർച്ച് ചെയ്താലും കിട്ടും. 1 ഗ്രാമിന് ഏതാണ്ട് 1 ലക്ഷം രൂപ. ഇത് ആര് മേടിച്ച് ഉപയോഗിക്കുന്ന പറയണത്? കൊക്കൈൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അപ്പൊ കൊക്കൈൻ പല കാര്യത്തിലും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ സൈക്കോട്രോപിക് ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നത്, ഈ ഡ്രഗ്സ് കൺട്രോൾ എന്നൊക്കെ പറയുന്നത്, മരുന്നായിട്ടൊക്കെ വരെയുള്ള നിരവധി കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ കൊക്കൈൻ പോലെയുള്ള സാധനങ്ങൾ, മാജിക് മഷ്റൂം എന്ന് വിളിക്കുന്ന സാധനങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ ഇത്രയും പണമുള്ള ആളുകളല്ലേ ഇത് ഉപയോഗിക്കുള്ളൂ. അല്ലെങ്കിൽ ഓക്കെ, ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി നേർപ്പിച്ച കുറച്ചുകൂടി ഇതായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള തുക കൊടുക്കണമല്ലോ. പെർ ഗ്രാമിന് 10,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാൽ പോലും എന്ത് ചെയ്യുമല്ലോ. അപ്പം ഇതാരാണിത് ഉപയോഗിക്കുന്നത്? ഏറെ എന്ത് ചെയ്യണം? പിടിക്കണം പോലീസ്. ഇപ്പോൾ കസ്റ്റംസ് എക്സൈസ് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതുപോലെ അയ്യോ ഇത് മാത്രമല്ലട്ടെ ജീവിതം ഇതുപോലെ കൊഞ്ഞാട്ടയാകും എന്ന് പറയുന്ന ചിന്ത കൂടി യൂത്തിന് കിട്ടട്ടേന്നേ. നല്ല കാര്യമല്ലേ? സതീശൻ പറഞ്ഞൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് ഗംഭീരമായിട്ടുള്ള കാര്യമാണ്. താങ്കൾ അറിയേണ്ടത് ഷാരിഖ് ഷംസുദ്ദീൻ്റെ പോഡ്കാസ്റ്റിലാണ് പുള്ളി എന്ന് പറഞ്ഞേക്കണം. ഞാൻ ഏതാണ്ട് 2.5 മണിക്കൂർ രാത്രി ഉറക്കം കളഞ്ഞും നിന്നത് കണ്ട ഒരാളാണ്. കേരളത്തിലെ ആളുകൾ കണ്ടപ്പോ എനിക്ക് എന്ത് ചെയ്തു, ഞാൻ കോഴിക്കോടുള്ളപ്പോഴാണ് ഞാനിത് കാണുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് ആ സമയത്ത് നിൽക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പൊ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സംഭവം ഐഡിയ ഈസ് ഗുഡ്. പക്ഷേ ഇതിലെ വലിയൊരു ചീഫ് എക്കണോമിസ്റ്റിന്റെ വേർഡിങ് ഉണ്ട്, തിങ്ക് ബിഗ് ഈസ് ഗുഡ് ബട്ട് ആക്ട് ബിഗ് ഈസ് ഡിഫിക്കൽട്ട് എന്നാണ്. വലിയ കാര്യങ്ങൾ ആലോചിക്കാൻ എളുപ്പമാണ്, പക്ഷേ ചെയ്യാൻ കുറച്ച് പണിയാണെന്നാണ്. പക്ഷേ എവറസ്റ്റോട് കൂടി കയറണമെന്ന് എനിക്കും ഗോപത്തിന് കൂടി ഇരുന്ന് ആഗ്രഹിക്കാം, പക്ഷെ കയറുക ഇത്തിരി പണിയാണ്. സതീശനുള്ളത് UDFിലാണ്. UDFിലെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിലാണ്. അതിലെല്ലാവരുടെയും പിന്തുണ വളരെ അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന കുറേയധികം കാര്യങ്ങൾ, പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അവരുടെയൊക്കെ പിന്തുണ ഉണ്ടാകുമോ? അതൊക്കെ ഞാനിപ്പോൾ തൽക്കാലം പറയുന്നില്ല. പിന്തുണ ഉണ്ടാവുക എന്നുള്ളത് കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കിയാൽ മതി. വലിയ പിന്തുണ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പ്രകാരം കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് തന്നെ സ്വർണം പിടിക്കാനൊക്കെയുള്ള പ്രത്യേക സ്ക്വാഡിനെ ഇതിനകം തന്നെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്തുണ എത്രത്തോളം ഒരുക്കുമെന്ന് ചോദിച്ചൊന്ന് വിചാരിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇതൊക്കെ പറയാനൊക്കെ എളുപ്പമാണ്. ചിലപ്പോൾ സതീശൻ അത് ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതായിരിക്കും, രമേശ് ചെന്നിത്തലയൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞായിരിക്കും. പക്ഷെ ഇതൊക്കെ ഇവിടെ നടപ്പാക്കൽ എന്ന് പറയുന്നത് ഒരുപാട് ഹർഡിൽസ് ചാടിക്കിടക്കാനുണ്ട്, ഒരുപാട് ഹർഡിൽസ്. സാർ, ഇപ്പോൾ ഞാൻ അവസാനം നിർത്തുമ്പോൾ ഒരു കാര്യം ചോദിക്കാം. ഈ നാട്ടിൽ സുലഭമായിട്ട് മദ്യം ഒഴുകുന്നുണ്ട്, ഷോപ്പുകൾ തുറന്നിട്ട് ആളുകൾ മദ്യപിക്കുന്നുണ്ട്. പല ആളുകളും ചോദിക്കുന്നത് മദ്യപിക്കുന്നുണ്ട്, പിന്നെ ഇതൊക്കെ ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? മദ്യപിക്കുന്ന പോലെ അല്ല ഗൗതം, അത് ആളുകൾക്ക് അറിയാഞ്ഞിട്ടാണ്. നമ്മുടെ മനോനിലയെ, നമ്മളെ നമ്മളല്ലാതെ ആക്കി മാറ്റുന്ന നിരവധി പ്രശ്നങ്ങൾ ഈ പറയുന്ന, ഇപ്പം സാധാരണ നിങ്ങളൊരു പ്യുവറായിട്ടുള്ള കഞ്ചാവ് അല്ലെങ്കിൽ കാനബീസ് അത് ഉപയോഗിക്കുന്നതിന് തെറ്റില്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെ അത് ഉപയോഗിക്കുന്നതോ അത് നിയമവിധേയമാക്കുന്നതോ തെറ്റില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ നമുക്ക് പറ്റാവുന്ന ചെറിയ തോതിൽ ആളുകളെ കിക്കുണ്ടാക്കുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് മദ്യവും. അതൊക്കെ തന്നെ പെർമിറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ നിലപാട്. രണ്ടാമത്തെ നിലപാടാണ് ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഹൈലി ആളുകളെ ബാധിക്കുന്ന രീതിയിലുള്ള വലിയ തോതിൽ അഡിക്ഷൻ വരുന്ന രീതിയിലുള്ള ഈ ഡ്രഗ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അതിന് ആദ്യത്തെ പടി എന്താണെന്ന് അറിയാമോ? ആദ്യത്തെ പടി ഈ മറ്റേ പണിയും കഴിഞ്ഞ് 4:30, 5:30, 6:30 പെയിൻറ്റിങ് പണിയും കഴിഞ്ഞ് വന്നവന 8:30 വരെ മറ്റേ ഇവിടെ ക്യൂ നിർത്തിക്കരുത്. സൂപ്പർ മാർക്കറ്റുകളിൽ ഈ സാധനം കൊടുക്കണം. ഇപ്പം ലുലുവിൽ ഈ സാധനം കൊടുക്കണം. മദ്യവും ലിക്കർ ഇതൊക്കെ കൊടുക്കണം, ബിയറൊക്കെ കൊടുക്കണം. ലുലുവിലാകുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു സെക്യൂരിറ്റി പ്രശ്നം ഉണ്ടാവില്ല.
അവിടെ കൃത്യമായിട്ട് അവരത് നോക്കിക്കോളും. ഈ മദ്യം തടഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൂടുക. മദ്യമല്ല, ഇതൊന്നും തടയാൻ പറ്റില്ല. എവിടെ തടഞ്ഞേക്കണത്? നമുക്ക് വേണമെങ്കിൽ അത് ചർച്ച ചെയ്യാം. എവിടെ തടഞ്ഞേക്കണം? ഈ തടഞ്ഞ സ്ഥലങ്ങളിലെല്ലാം മറ്റേ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ട്രാഫിക് അവിടെ വന്നു എന്നുള്ളതല്ലാതെ വേറെ എന്താ സംഭവിച്ചേക്കണം? ഇപ്പൊ കാനബീസ് USA-ലും കാനഡയിലും ഒക്കെ നിരവധി സ്ഥലങ്ങളിൽ ഇത് ലീഗലൈസ് ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയാമോ? പ്യുവർ ആയിട്ടുള്ള കാനബീസ് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കഞ്ചാവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇല്ലീഗൽ ട്രാഫിക്കിങ്ങിലൂടെ വരുന്നത് പ്രോപ്പറായിട്ടുള്ള സാധനം ആയിരിക്കില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ ഇത് നമ്മൾ വെറുതെ മറ്റേ മസിലി പിടിക്കുകയാണ് കിടന്നിട്ട്. മനസ്സിലായി? മുടി നീട്ടി വളർത്തിയവനെ കാണുമ്പോൾ നമ്മൾ പറയാവും കഞ്ചാവാണെന്നൊക്കെ പറയും. തമാശക്ക് നമ്മളും പറയുന്നുണ്ടോ? പക്ഷെ അടയുണ്ടാക്കി കഴിക്കണമെന്ന് ഞാൻ താങ്കളോട് പലവട്ടം ചോദിച്ചിട്ടുണ്ട് ഇല്ലേ? ഇത് അപ്പൊ അതൊക്കെ തമാശക്ക് പറയുന്നതാണ്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഇതങ്ങോട്ട് ലീഗലൈസ് ചെയ്യണം. ഇത് ഇത്രേ സംഭവിക്കാറുള്ളൂ. അത് ലീഗലൈസ് ചെയ്യുകയും ഈ മദ്യമൊക്കെ മറ്റേ ആളുകളെ കഷ്ടപ്പെടുത്തി മറ്റേ നിർത്തി മറ്റേ 2.5 മണിക്കൂർ നിർത്തി മേടിപ്പിക്കുന്ന പണിയൊക്കെ നിർത്തണം. എന്നിട്ട് ഇവിടെയുള്ള വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം കൂടെ സെക്യൂരിറ്റി ഒക്കെ അവർ നോക്കിക്കോളും. അല്ലെങ്കിൽ തന്നെ മദ്യ ഷോപ്പുകളിലോ മദ്യ ഷോപ്പുകളുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ക്യൂവിലോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവാം. ഈ നാട്ടിലെ 20 വയസ്സ് മുതൽ നമ്മൾ 20-30 ബിറ്റ്വീൻ ഏജ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ നിരവധിയായിട്ടുള്ള സ്ത്രീകളും അതേപോലെ തന്നെ പുരുഷന്മാരടക്കമുള്ളവരാണ് സിന്തറ്റിക് ഡ്രഗിനും MDMA-ക്കൊക്കെ അടിമകളായിട്ടുള്ളത്. ഞാൻ പറഞ്ഞതല്ല, കണക്കുകൾ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള കുറേയധികം സ്ത്രീകളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ MDMA-ഒക്കെ കൈവശം വെച്ചിട്ട് പിടികൂടുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. ഈ മദ്യത്തിൽ നിന്ന് കഞ്ചാവിലേക്ക്, പിന്നീട് കഞ്ചാവിൽ നിന്ന് ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗിലേക്ക്, ഇതെന്തുകൊണ്ടാണ് ഇതിലേക്ക് ഇവർക്ക് മദ്യത്തിൽ തന്നെ നിൽക്കാൻ പറ്റാതെ ഇതിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താ? ഈ ഒന്നാമത്തെ കാര്യം നമ്മുടെ നാട്ടിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, തുറന്നു പറയണമെങ്കിൽ ഇത് പറയേണ്ടത് ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ആളുകൾക്കില്ല. ശ്രദ്ധിച്ചു നോക്കിണ്ട. അതായത് ഇപ്പൊ നമ്മളൊരു ചായക്കടയൊക്കെ എറിയുന്ന ചായ കുടിച്ച് നമുക്ക് ഒരാളുടെ 2 മണിക്കൂർ വർത്താനം പറയണമെന്ന് വിചാരിക്കും. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ കഴിഞ്ഞോടെ മധുരയിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് അവൻ പറഞ്ഞൊരു കാര്യം, നമുക്ക് ഏതെങ്കിലും ബാറിൽ കയറി ഇരിക്കാന്നാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കഴിക്കണോണ്ടല്ല അവനത് പറഞ്ഞു, പകരം അവൻ എന്തെങ്കിലും കഴിച്ചിട്ട് എന്ത് ചെയ്യാം ഇരിക്കാമെന്ന് പറഞ്ഞു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അവനും കഴിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ നമ്മുടെ ഇവിടെ ഒരു കഫേ കൾച്ചർ ഒന്നുമില്ല. നമ്മുടെ ഇവിടെയുള്ള കഫേകളിലാണെങ്കിൽ പോലും 4 മണിക്കൂറൊക്കെ ഇരുന്നാൽ ചിലപ്പോൾ അവൻ്റെ മുഖഭാവം മാറും. അതായത് എന്താ ഇവിടെ ഇരിക്കണതൊക്കെ എന്ത് ചെയ്യും ചോദിക്കും. അപ്പം നമ്മുടെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിലോ ചായക്കടകളിലോ ഒന്നും കയറി കഴിക്കാൻ വേണ്ടി മാത്രം കയറുന്നവരാ. അപ്പം അത് മുതൽ കളിക്കളങ്ങൾ മുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഒരു എൻ്റർടൈൻമെൻറ്റ്, ഹരമാകുന്ന മറ്റു പല കാര്യങ്ങളും കണ്ടെത്താൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇതിനെല്ലാത്തിനും പകരം നമ്മളിപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, കല്യാണമായാലും 16 ആണെങ്കിലും എന്ത് പരിപാടിയാണെങ്കിലും ഈ പറയുന്ന മദ്യം മേടിച്ച് കഴിക്കുക. അതിൽ മാത്രമാണ് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ്, റിലാക്സേഷൻ കണ്ടെത്തുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് പതുക്കെ കിടക്കുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പം അങ്ങനെ പോലുമല്ല സംഭവിക്കണേ. ഇപ്പം കോളേജുകളിലും അതുപോലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഗൗതം അറിയേണ്ടത്, മദ്യപിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് കിടക്കുമെന്നല്ലേ ആണ്. ഇത് ആദ്യമേ തന്നെ ഇപ്പം എന്ത് ചെയ്യാണ്, തുടങ്ങാണ്. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ സ്ത്രീകളായിട്ട് വരുമ്പോഴത്തേക്കും ഒരു ഗുണമുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിൽ ഉദാഹരണത്തിന് നിങ്ങൾ വണ്ടിയായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീകളുണ്ടെങ്കിൽ മിക്കവാറും ഒരു ചെക്കിംഗ് ഉണ്ടാവില്ല. അതെന്താ വെച്ചാൽ ഒരു ഫാമിലി ആയിട്ടാണ് പോണത് എന്ന് പറയുന്ന തോന്നൽ പോലീസുകാർക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള നിരവധി കാരണങ്ങൾ മുതലാണ് ഈ പരിപാടികൾക്ക് ഇവരെയും കൂടി കൂട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കൊല്ലം മുമ്പ് ഞാനൊരു വീഡിയോ ഉണ്ട്, ഞാൻ ഞെട്ടിപ്പോയി. മട്ടാഞ്ചേരി മാർട്ടിൻ എന്ന് പറയുന്ന, അവൻ്റെ തല ചെറുതായിട്ട് ഇടിച്ചിട്ട് പ്രശ്നമുള്ളവനാണ് കേട്ടോ, നമ്മളങ്ങനെ കുഴപ്പമായിട്ടൊന്നും പറയണ്ട. അപ്പോൾ അവൻ മട്ടാഞ്ചേരി മാർട്ടിൻ ഈ നമ്മുടെ പീയൂഷിനെ, അതായത് മറുനാടൻ്റെ ലേഖനം ഭീഷണിപ്പെടുത്തുന്നൊരു കാര്യങ്ങളുണ്ട്. അപ്പോൾ അവൻ ഒരു തവണ ഒരു പെൺകുട്ടി പോയി, തൃശ്ശൂരുള്ള പെൺകുട്ടി ഇങ്ങോട്ട് വിളിച്ചേക്കണേണ് ഇവനാ, അതായത് സാധനം ഇവിടെ കിട്ടുമെന്ന് ചോദിക്കണം, ലൈവ്. മനസ്സിലായി? ആ പെൺകുട്ടിയുടെ കഥ എന്ന് പറയുന്നത്, അത് ഒരു വളരെ പാവപ്പെട്ട സാധാരണ കുടുംബത്തിലൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി 2-3 തവണ ആരുടെപ്പോൾ ഇതാണ് കൂടെ പോയതാണ്. ആ കൂടെ പോയിട്ട് അമ്മ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താണ്. പക്ഷെ പോലീസ് അത് ഗൗരവത്തോടെ കണ്ടിട്ടില്ല. ഇപ്പം ആ പെൺകുട്ടി പലതവണ ഇതുപോലെ കാരിയർ അടക്കമുള്ള കാര്യങ്ങൾക്ക് ജയിലിലായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഓരോരുത്തരും അവരുടെ ആവശ്യത്തിനനുസരിച്ച് കൂടി അവർ പിടിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊക്കെ അറിയുമ്പോൾ പോലീസ് വളരെ യഥാസമയം ഇടപെടേണ്ട ആവശ്യമുണ്ട് ഇതിനകത്ത്. അത് ഇടപെടാത്തതിൻ്റെ വലിയ പരാതികളുണ്ട്. പിന്നെ നമ്മുടെ പോലീസിനും ഇതിൽ എങ്ങനെ ഇടപെടണം എന്നുള്ള ട്രെയിനിങ് സത്യം പറഞ്ഞ് ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം 25 വയസ്സ് 23 വയസ്സുള്ള ഒരു പെങ്കൊച്ചിനോട് എന്തെങ്കിലും പറഞ്ഞ് 2ാമത്തെ ദിവസം പെങ്കൊച്ചിയുടെ പോലീസുകാരനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലുള്ള സംഭവം എന്താണെന്ന് ഗൗതത്തിനറിയോ? പരാതി കൊടുത്ത പിറ്റേ ദിവസം പോലീസുകാരൻ്റെ സസ്പെൻഷനില്ല. കാരണം എന്താ? ഒരു SP കൊണ്ട് പരാതി കൊടുത്ത സസ്പെൻഷൻ മാറ്റി നിർത്തിയിട്ട് അന്വേഷിക്കാമെന്ന് വിചാരിക്കും. അപ്പം ഒരു പേര് രക്ഷിക്കാൻ. അപ്പം പോലീസുകാരെ പെടും. പിന്നെ ഏറ്റവും വലിയ ചീത്തപ്പേര് ആ പെൺകുട്ടിയോട് എന്തെങ്കിലും മോശമായിട്ട് വന്നപ്പോൾ ചീത്തപ്പേരോ. അപ്പം ഇതുകൊണ്ട്
ഇതിന് വളരെ ട്രെയിൻഡ് ആയ ഒരു സിസ്റ്റം കൃത്യമായിട്ട് ഇത് കണ്ടെത്തേണ്ടതുണ്ട്. സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ തന്നെ കൃത്യമായിട്ട് ഇവരുടെ ഒരു ടീച്ചർ ഇതിനു വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്, ഒരു സൈക്കോളജിസ്റ്റ് അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൃത്യമായിട്ട് അസ്വാഭാവികമായ പെരുമാറ്റങ്ങളുള്ളവർ ആദ്യമേ കണ്ടെത്തേണ്ടതുണ്ട്, മാറ്റേണ്ടതുണ്ട്. ഇതൊന്നും ഈ പറയുന്ന ഒറ്റ ദിവസം കൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഇത് ചെയ്യാൻ പറ്റുന്നൊരു പണിയല്ല. പക്ഷേ എല്ലാ ആശംസകളും ഉണ്ട് വി ഡി സതീശന്. ഇത് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇനി താങ്കൾ മറ്റൊന്നും ചെയ്തില്ലെങ്കിലും കേരളം താങ്കളോട് കടപ്പെട്ടിരിക്കും. കേസ് കുറച്ചിട്ട് കാര്യമില്ല. കേസ് കുറക്കാനായിട്ട് നാളെ എക്സൈസിനോട് എന്ത് ചെയ്താൽ പറഞ്ഞാൽ മതി, പിടുത്തം കുറക്കാൻ പറഞ്ഞാൽ മതി. സത്യത്തിൽ ഇവിടെ കേസ് കൂടിയതിന് പോലും ഞാൻ പിണറായി വിജയനെ കുറ്റപ്പെടുത്തുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഒഡീഷയിലോ അല്ലെങ്കിൽ പഞ്ചാബിലോ ഒന്നും കേസില്ലാത്തതുകൊണ്ടല്ല, പിടിക്കാത്തതുകൊണ്ടാണ്. അവിടെ 9,000 കേസ് കൂടി 27,000 കേസ് വന്നത്. പക്ഷേ ഇവിടെ പിടിക്കുന്നതുകൊണ്ടാണ്. ആ പിടിക്കുന്നത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം. സാർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഇത് സപ്ലൈ ചെയ്യുന്ന ആളുകൾ, ഇതിന് പ്രധാനപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ ഉദ്ദേശം വെറും മണി മാത്രമല്ല, മറ്റെന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്. ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ഇതുവഴി. ഇനി ഗൗതത്തിനോട് ഞാൻ വേറൊരു കാര്യം പറയാം. ഈ ഇന്ത്യയിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോഡലിംഗ് കേസ് ഉണ്ടായല്ലോ. 2 മോഡലുകൾ ഇവിടെ വന്ന് മരിച്ചല്ലോ. ഇതിന്റെ രണ്ടിന്റെ പുറകിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞേക്കണേ? ഈ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു. സെക്സ് ട്രാഫിക്കിംഗ്. ഈ കേരളത്തിലും ഇന്ത്യ ഇപ്പൊ അതുപോലെ വേറൊരു കാര്യം കൂടി പറയാതെ പൂർണ്ണമാവില്ല. ഇപ്പൊ ഈ ഡ്രിങ്കിങ് എന്ന് പറയുമല്ലോ ഗൗതം, ഒരു റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് നമ്മൾ ആളുകളെ പഠിപ്പിക്കണം. തീർച്ചയായിട്ടും. മനസ്സിലായി? അല്ലാതെ അടിച്ച് വഴി കിടക്കുന്നു, റോട്ടി കിടക്കുന്നു, അതിന്റെ പുല്ല് തിന്നുന്നു. നമ്മൾ തൊട്ടപ്പുറത്തേക്ക് പോയ മാഹിയാണ്. മാഹിയിൽ ഇത് സുലഭമാണ്, റേറ്റും കുറവാണ്. ആരെങ്കിലും കടത്തിന്റെ കിടക്കണ്ട? ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ സ്ഥലം പറയുന്നില്ല, ഗൗതം അറിയേണ്ട ഒരു ദേവാലയത്തിൻ്റെ ഒരു കപ്പേള പണിത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരാൾ കിടക്കുകയാണ്. എങ്ങനെ കിടക്കുന്നു? പണ്ട് ഞാൻ നോക്കുമ്പോൾ എറണാകുളം SRB സ്കൂളിൽ അകത്തേക്ക് ചെല്ലുമ്പോൾ ഞാൻ നോക്കുമ്പോൾ SRB സ്കൂളിൽ അകത്ത് കയറി ഒരു പുള്ളി കിടക്കുകയാണ് ഫ്രണ്ടിൽ തന്നെ. എന്തതിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ, അതേസമയം അത് ഇപ്പോൾ ഒരു കോമഡി പറയും. വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ, ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ചെല്ലുമ്പോൾ ചില ഡിഫറെൻ്റ് ആയിട്ടുള്ള മദ്യങ്ങൾ വെച്ചേക്കാം. ആ മദ്യങ്ങൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം, വന്നിട്ട് എന്ത് ചെയ്യാം, എടുക്കാം. നമുക്ക് എത്ര ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും തരും. നല്ലതാണെന്ന് തോന്നി അവർ വീണ്ടും ഒഴിച്ചു തരും. കേരളത്തിൽ അങ്ങനെ വെക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് മാത്രം അടിച്ച് വിറ്റായി എന്ത് ചെയ്യും, കഴുകിയെടുക്കും. അവിടെ അങ്ങനെയല്ല. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് 3-4 ടേസ്റ്റ് നോക്കിയിട്ട് ഒരെണ്ണം കഴിച്ചിട്ട് വരും. പിന്നെ അവിടെ തണുപ്പാണ്. അപ്പോൾ അത് ആവശ്യമുള്ള കാര്യമാണ്. റഷ്യയിലെ ആളുകളൊക്കെ 50 വയസ്സ് ഏജ് ഉള്ളൂ. കാരണം വോഡ്ക അവിടെ ആവശ്യമുള്ള കാര്യമാണ്. ലിക്കറിൽ ഈ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ റെസ്പോൺസിബിളായി ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് കൂടി ഒരു തലമുറയെ പഠിപ്പിക്കേണ്ടതിന് പകരം ഇതിന് എൻജോയ്മെൻറ്റും എൻ്റർടൈൻമെൻറ്റും ഒക്കെ വേണം. അതിൻ്റെ പരിധികൾ എന്താണെന്നൊക്കെ സ്കൂളിൽ മുതലേ യഥാർത്ഥത്തിൽ പഠിപ്പിക്കണം. ഇവർ കേൾക്കരുത്, ഇതൊക്കെ മിണ്ടരുത് എന്നൊന്നും വന്നിട്ട് കാര്യമില്ല. നമ്മുടെ നിയമ സംവിധാനങ്ങൾ പോലും പരാജയപ്പെടുകയാണ്. ഇപ്പം ഞാൻ അല്ലെങ്കിൽ താങ്കൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സിന്തറ്റിക് ഡ്രഗോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിക്കുന്ന ഒരാളാണ്. നിയമപരമായിട്ട് ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷേ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് താങ്കൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവുക ചെയ്യുന്നത്, താങ്കൾക്ക് പല ഗുണങ്ങൾ ഉണ്ടാവുക ചെയ്യുന്നത്, മാനസികമായിട്ട് താങ്കൾക്ക് പല രീതിയിലുള്ള മെച്ചപ്പെടൽ ഉണ്ടാവുക ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ നിയമത്തെ പോലും താങ്കൾ പരിഗണിക്കുന്നില്ല. കാരണം വ്യക്തിപരമായിട്ട് താങ്കൾക്ക് അത് ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരാളെ നമ്മൾ എങ്ങനെ ബോധ്യപ്പെടുത്തും ഇത് ഉപയോഗിക്കേണ്ടായോ? ഒന്നാമത്തെ കാര്യം ഗൗതം, ഇത് വ്യക്തിപരമായി ഒരു സഹായവും ചെയ്യില്ല. ഇപ്പം MDMA ഉപയോഗിക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതെനിക്ക് ലൈംഗികമായിട്ട് വലിയ ശേഷി തരുന്ന സാധനമാണ് MDMA, അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ പറയാമത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളോട് എഡ്യൂക്കേഷൻ്റെ ഭാഗമായി തന്നെ ഉൾപ്പെടുത്തി നമ്മൾ സത്യം പറഞ്ഞു കൊടുക്കണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സത്യം പറഞ്ഞു കൊടുക്കണവരോട്. ഇത് ഇപ്പോൾ ചില ആളുകൾ ബിയർ കഴിച്ചിട്ട് ഇത് ചെയ്താൽ ഭയങ്കര ലോങ് ടൈം കിട്ടുമെന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ പല പോളിസീസും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ പിന്നിലൊന്നും ഒരു അടിസ്ഥാനമില്ല. പകരം അവൻ്റെ ഒരു ഉന്മാദ അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ അവന് തോന്നുന്ന നിരവധി കാര്യങ്ങളാണ് ഇതിൻ്റെ പുറകിലുള്ളത്. പിന്നെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ എന്തുണ്ടാകും എന്നുള്ളത് കൂടി അവനെ കൃത്യമായി ഭീകര രൂപത്തോടുകൂടി വരച്ച് കാണിക്കേണ്ടതുണ്ട്. അങ്ങനെ വരച്ച് കാണിച്ചുകൊണ്ട് ആളുകളെ പഠിപ്പിക്കണം. പ്രത്യേകിച്ചും ഒരു ടീനേജിലുള്ള കുട്ടികളടക്കം പഠിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനു മുമ്പ് ശരിക്കും യഥാർത്ഥത്തിൽ പഠിപ്പിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട് സാർ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ പിന്നിൽ പൈസ മാത്രമല്ല, പണം മാത്രമല്ല ലക്ഷ്യം, മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. ഈ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് സപ്ലൈ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ കിങ് ആയിട്ടുള്ള ആളുണ്ടല്ലോ, അയാളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് ജനങ്ങളെ ബോധവാന്മാരാക്കിയ പോരെ? അല്ല, അത്തരത്തിലൊന്നും ജനങ്ങളെ ബോധവാന്മാരാക്കൽ എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം അതൊക്കെ ഐഡിയോളജിക്കലായി ആശയപരമായൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത്, ഇത് നിങ്ങളുടെ ജീവിതത്തെ കാർന്ന് തിന്നാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്നുള്ളത് വളരെ എഫക്റ്റീവ്ലി പറയാൻ കഴിയണം. എഫക്റ്റീവ്ലി അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ?
ഒരു ക്യൂറിയോസിറ്റി ആളുകൾക്ക് ഉണ്ടാവും. മനസ്സിലായി? എനിക്ക് ഈ ക്യൂറിയോസിറ്റി ഇല്ലാത്ത എന്തുകൊണ്ടാണെന്ന് ഗൗതത്തിനറിയാം. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ പലപ്പോഴും ഇത് ഒട്ടച്ച് പിടിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ആളുകൾക്ക് ക്യൂരിയോസിറ്റി ഉള്ളത്. നിങ്ങൾ അങ്ങോട്ട് നോക്കരുത് എന്ന് പറയുമ്പോഴാണ് ക്യൂരിയോസിറ്റി ഉള്ളത്, അങ്ങോട്ട് നോക്കാൻ. എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദർ നന്നായിട്ട് കഴിക്കുമായിരുന്നു, മദ്യം വാങ്ങിച്ചിട്ട് വരാറുണ്ടായിരുന്നു, അത് പലപ്പോഴും ഇവിടെ വെക്കാറുണ്ടായിരുന്നു. അങ്ങനെ വില കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മദ്യങ്ങളും ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കഴിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഗൗതം അറിയേണ്ടത് അതിനോട് എനിക്കൊരു ഭയങ്കരമായ താല്പര്യമൊന്നും തോന്നിയില്ല. ഇപ്പം കെൽട്രോണിൻ്റെയൊക്കെ ആളായിരുന്ന ഈ പറയുന്ന പോലെ അദ്ദേഹത്തെ ഞാൻ ഇപ്പോൾ പേര് പറയുന്നില്ല, കെൽട്രോണിൻ്റെയൊക്കെ ചീഫായിരുന്ന ഏത് കമ്പനി വേണമെങ്കിലും നിങ്ങൾ എൻ്റെ കയ്യിൽ തന്നോളൂ, ഞാൻ ലാഭകരമാക്കി തരാം എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട് കേരളത്തിൽ. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ആത്മകഥ വായിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഒരു ദിവസം മദ്യപിച്ച് ലെക്കേട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് പിറ്റേ ദിവസം രാവിലെ ഒരു കുപ്പി മദ്യം മേടിച്ച് വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, നീ പുറത്തു പോയി കഴിക്കരുത്, പുറത്തു പോയി കഴിച്ച് നീ ഇങ്ങനെ അടിയാടി വരുന്നത് എനിക്ക് വലിയ നാണക്കേടാണ്, അതുകൊണ്ട് നീ കഴിക്കരുത് എന്ന് സ്വന്തം അച്ഛൻ കണ്ണ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അയാൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് അച്ഛൻ്റെ കാലിൽ വീഴുകൊണ്ട് വന്നില്ല, അച്ഛൻ ഞാൻ ഒരിക്കലും കഴിക്കില്ല എന്ന് പറഞ്ഞാൽ കഴിച്ചിട്ടില്ല. പകരം നമ്മുടെ ഇവിടെയുള്ള ആളുകൾ എന്ന് ചോദിച്ചാൽ എടാ നീ ഇത് കഴിച്ചില്ലേടാ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, അടിക്കുന്നു, ബഹളമുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് വലിയ ഇത് തോന്നും. ഇനി ഞാൻ വേറൊരു അനുഭവം കൂടി ഗൗതത്തിനെടുത്ത് പറയും. ഇത് ഞാനൊരാളെ ബാംഗ്ലൂരിൽ ഇരിക്കുകയാണ്, ഞാനൊരു പബ്ബിനകത്ത് ഇരിക്കണം, എനിക്ക് തുറന്നു പറയാൻ മടിയില്ല. അപ്പോൾ എൻ്റെ ഒപ്പം വേറൊരു ആൾ കൂടിയുണ്ട്. അപ്പോൾ ആൾ കൂടി ഇരിക്കുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഫോൺ വരികയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അമ്മ എവിടെ ഇരിക്കണേ, എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഞാൻ എവിടെ ഇരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പബ്ബിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പോസിറ്റ് ഇരുന്ന ആളെന്നോട് ചോദിക്കുകയാണ്, ഓഹോ നിങ്ങളുടെ ഫാമിലി ഭയങ്കര ഡെവലപ്ഡ് ആണല്ലേ, ഭയങ്കര ഇമ്പ്രൂവ്ഡ് ആണല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യം, അല്ല അമ്മയോടൊക്കെ ഇത് ധൈര്യമായിട്ട് പറയൂ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയോട് ധൈര്യമായിട്ട് എനിക്ക് പറയാം. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു പരിധിയും ലംഘിക്കില്ലെന്ന് എൻ്റെ അമ്മക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കഴിക്കില്ല എന്ന് നമുക്കറിയാം, പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മയോട് പറയാൻ മടിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരിക്ക് ബോധ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞത് ഇതേപോലെയുള്ള ഒരു കോൺഫിഡൻസ് ആളുകൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. അതിലേക്ക് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ ഉള്ള ടീച്ചർമാരോട് ഇതങ്ങ് പറഞ്ഞു കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ ഇവർ എന്നിട്ട് അയ്യോ ഇത് ഭയങ്കര പ്രശ്നമാണെന്ന് പറയുമ്പോൾ നാളെ ആളുകൾക്ക് ഇത് മേടിച്ചിക്കാനുള്ള താല്പര്യം ഉണ്ടോ? ഒക്കെ മനസ്സിലായി സാറേ. ഏറ്റവും നിർത്തുമ്പം പ്രധാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, നമ്മളെ നാട്ടിൽ നിയമപരമായിട്ടുള്ള ലഹരികൾ അവൈലബിൾ ആണ്, മദ്യമായിക്കോട്ടെ. ഇതിൽ നിന്ന് ഇതെങ്ങനെയാണ് സിന്തറ്റിക് ഡ്രഗിലേക്ക്, ഇപ്പം നാട്ടിലെ ആളുകൾ പല യുവാക്കളും ഇത് മാത്രമാണ്, ഇതിലേക്ക് എങ്ങനെയാണ് ഇത് ട്രാൻസ്ഫർ ആയത്? ലഹരി എന്ന് ഒന്നാമത്തെ കാര്യം ഗൗതം, മറ്റത് മേടിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില, ഇതിനേക്കാളൊക്കെ വളരെ ചീപ്പായി ഈ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുകയാണ്. എല്ലാം കൊണ്ടും ഇത് എളുപ്പമാണ്. മൂന്നാമത്തത് താങ്കൾ ചീപ്പാണ്, ഗൗതത്തിന് അറിയാഞ്ഞിട്ടാണ് ഇത് ചീപ്പാണ് ഇപ്പൊ സത്യം പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ ഗൗതത്തിനോട് പറയട്ടെ, ഇത് മറ്റത് മേടിക്കണമെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു ഫുൾ ബോട്ടിൽ മേടിക്കണമെങ്കിൽ രാവിലെ വെച്ച് മേടിച്ചു വെച്ചിട്ട് ഇത് ഒളിപ്പിച്ചു വെക്കാനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും കഴിയില്ല. മറ്റത് എല്ലാത്തിനും എളുപ്പമാണ്. ഈ മൂന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറ്റേ ഉപയോഗിച്ചാലും പോലീസ് പിടിക്കുകയോ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനില്ല. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ ആളുകളുണ്ട്, മറ്റത് മാർക്കറ്റ് ചെയ്യാൻ ആളില്ല. അതാണ് ആളുണ്ട്. അത് അത് വെടിശേഷം പറഞ്ഞേക്കണ കറക്റ്റാണ്. ഓരോ 10 കിലോമീറ്റർ 5 കിലോമീറ്റർ ഉള്ള ഗ്രാമങ്ങളിൽ പോലും ഇതെങ്ങനെ അവൈലബിൾ ആകുന്നു പഠിക്കേണ്ടതാണ് ഗവൺമെന്റ്. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് ഒരു 6 മാസം 1 കൊല്ലം സമയം കൊടുക്കട്ടെ, 6 മാസത്തിനകം കൃത്യമായി ഇത് പഠിച്ച് നല്ല ഗംഭീരമായിട്ടുള്ള IPS IAS ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരോട് ഇത് പഠിച്ച് റിപ്പോർട്ട് കൊണ്ടുവരൂ. ഇതിന്റെ എങ്ങനെയാണ് ഇത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ഇത്തരം സിന്തറ്റിക് ഡ്രഗുകൾ നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് തടയേണ്ടത്, നിങ്ങൾ പഠിച്ചിട്ട് റിപ്പോർട്ടും കൊണ്ടുവരാൻ അദ്ദേഹം 2 IAS വിളിച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം സമയം കൊടുത്താൽ അവർക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള ടീമിനൊന്നും കൊടുക്കണ്ട, അവർ തന്നെ ചെന്ന് കണ്ടെത്തിയാൽ ഏത് ഡോക്ടറും ഏത് ആളുകളും അവരോട് സഹകരിക്കും. അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചാൽ അവർ 2 പേര് കൊടുക്കുന്ന റിപ്പോർട്ടിൽ ആര് കൊടുക്കുന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ളത് എന്ന് നോക്കി നടപ്പാക്കാൻ തീരുമാനിച്ചാൽ മതി. ഒരു കാര്യം കൂടി അവരോട് പറയണം, ഇതൊക്കെ മറ്റു രാജ്യങ്ങളിൽ ഇതെങ്ങനെയാണ് കൺട്രോൾ ചെയ്തിട്ടുള്ളത് എന്നുകൂടി പറയണം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ സ്യൂഡോ മറ്റേ തട്ടിപ്പായിട്ടുള്ള മറ്റേ സദാചാര ബോധമൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കണം. എന്ന് പറഞ്ഞാൽ നാളെ സതീശൻ വന്നിട്ട് പറയുന്നത് നമ്മൾ കഞ്ചാവ് കൂടെ ലീഗലൈസ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മളപ്പം തന്നെ എന്ത് ചെയ്യും, അയ്യോ അത് പറ്റില്ല, നമ്മൾ ഭയങ്കര ആർഷഭാരത സംസ്കാരത്തിന്റെ ആളുകളാണെന്നൊക്കെ പറയും. ഇപ്പൊ ആയുഷ് മന്ത്രാലയത്തിൽ ഇപ്പൊ കഞ്ചാവ് അടക്കം നിയമപരമായിട്ട് അതിന്റെ അതേതായിട്ടുള്ള ഡോസ് അനുസരിച്ചിട്ട് ആയുഷ് മന്ത്രാലയം വിൽപ്പന നടത്തുന്നുണ്ട്.
അല്ല അതാ പറഞ്ഞ ഇതൊക്കെ ഇനി വരുന്ന കാലത്ത് വരും. അപ്പോഴേക്ക് നമ്മൾ അയ്യോ ഇത് ഭയങ്കര പ്രശ്നമാണെന്നൊന്നും വിചാരിക്കേണ്ടായില്ല. ഇപ്പൊ തന്നെ ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം കണ്ടി ആളുകൾ തന്നെ ചെയ്തു വിളിക്കും ലിക്കർ ഷോപ്പിലൂടെ കൊടുക്കാൻ. എന്തിനാണ് ഗവൺമെന്റ് ഇപ്പോഴും നഷ്ടം സഹിച്ചൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. 50 രൂപക്കുള്ള സാധനം 1200 രൂപ വിറ്റിട്ട് നഷ്ടമായിട്ടാണ് ഈ പറയുന്ന ബെവ്കോയും അതുപോലെ തന്നെ ഈ ലിക്കർ ഷോപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കണം. ഇതെല്ലാം അടച്ചു പൂട്ടിയിട്ട് ആ സൂപ്പർ മാർക്കറ്റുകൾക്ക് കൊടുക്കും. എന്നിട്ട് ആ മാർജിൻ ഇങ്ങോട്ട് മേടിക്കും. നിങ്ങൾ 500 രൂപക്ക് സൂപ്പർ മാർക്കറ്റ് കൊടുക്കും, നിങ്ങൾ 1000 രൂപ 900 രൂപ വെച്ചിട്ട് എന്ത് ചെയ്യും? 400 രൂപ നമുക്ക് എന്നാ മതി എന്ന് പറയാം. എന്തിനാ ഈ പണിപ്പെടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു അസംബന്ധമാണ് നമ്മുടെ നാട്ടിൽ. ഇതുപോലെയുള്ള കുറേ സദാചാരക്കാരും അങ്ങനെ നടക്കരുത്. മറ്റേ എന്താണ് ആളുകൾ കുട്ടികൾ പോയി മറ്റേ പണ്ട് ശിവസേനക്കാർ ചൂരലിനൊക്കെ അടിച്ചില്ലേ? VD സതീശനപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയില്ലേ, ഇവരുടെ ഒരു നയമാണ് മദ്യഷാപ്പുകൾ ക്രമേണ കുറച്ച് കൊണ്ടുവരുമെന്നുള്ളത്. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഇതിന്റെ ലഭ്യത വർദ്ധിക്കുകയല്ലേ ചെയ്യുക? എൻ്റെ പൊന്ന് ഗൗതം, അതൊക്കെ വലിയ ഡേഞ്ചർ ഉണ്ടാക്കുന്ന കാര്യമാണ്. കേൾക്കുമ്പോൾ കൈയടിക്കാനൊക്കെ തോന്നും, കേൾക്കുമ്പോൾ ശരിയാണ് എല്ലാവരും മറ്റേ കൈയടിക്കാനൊക്കെ തോന്നും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ. പിന്നെ പിണറായി വിജയൻ ഗവൺമെൻറ് വന്നപ്പോൾ ഇത് കൂട്ടി എന്നൊക്കെ പറയും. ഇതൊക്കെ പൂർവ്വ അസംബന്ധമാണ്. പിണറായി വിജയൻ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് 400-ലധികം വരുന്ന ഹോട്ടലുകൾ ഇവിടെ ഉണ്ടായാലും ഇപ്പോൾ 1200 1800 ആയിട്ടുണ്ട്. ഈ 1200 ഹോട്ടലിൽ ഇത് കൊടുക്കണ്ടേ? 3 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് കൊടുക്കണം. എന്തിനാണ് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഈ സ്യൂഡോ മറ്റേ സദാചാര മറ്റേ പരിപാടി ബോധം സഭകൾ ബാക്കിയുള്ളത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമുദായങ്ങൾ ഇവരുടെയൊക്കെ താല്പര്യങ്ങളൊക്കെ വിടണം. യഥാർത്ഥത്തിൽ പുള്ളി ഈ ലക്ഷ്യത്തെ മാത്രം കണ്ടാൽ 100% നമ്മളെല്ലാവരും പുള്ളിയുടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഒരു 6 മാസത്തിനകം പുള്ളി വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി, ഇതാണ് നമ്മുടെ ആക്ഷൻ പ്ലാൻ, ഇതാണ് കേരളത്തിൽ നടപ്പാക്കാൻ പോണത് എന്ന് നമ്മുടെ അടുത്ത് ഗംഭീരമായിട്ട് പുള്ളി പറയട്ടെ. 6 മാസം സമയം എടുത്തിട്ടോ, കുഴപ്പമില്ല. 6 മാസത്തിനകം ഞാൻ പറയുന്നത് ഒരു 3 IAS ഉദ്യോഗസ്ഥരെ കൊണ്ട് IPS ഉദ്യോഗസ്ഥരെ കൊണ്ട് പഠിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട്, ലോകരാജ്യങ്ങളിൽ ഇതെങ്ങനെ നിയന്ത്രിച്ചു എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് എഴുതിയുണ്ടാക്കി. എനിക്കറിയാം നമ്മളെക്കാളൊക്കെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അതിനകത്തുണ്ട്. അവർ ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ട് കൈ കൊടുക്കും. ഇനി സത്യം പറഞ്ഞാൽ പുള്ളി വിളിച്ചിട്ട് വല്ല ലോകാരോഗ്യ സംഘടനകൾ ഇവിടെയുള്ള ആളുകളോട് വിളിച്ചു ചോദിച്ചാൽ അവർ മലയാളികളായിട്ടുള്ള ആളുകളുണ്ട്, അവർ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ പേര് ഞാൻ പറഞ്ഞു കൊടുക്കാം, ഫ്രീ ആയിട്ട് ഇതുപോലെയുള്ള പഠനം നടത്തി റിപ്പോർട്ട് കൊണ്ട് പുള്ളി കൈ കൊടുക്കും. പുള്ളി ആകെ ഒറ്റക്കാരി കണ്ടുള്ളൂ. പുള്ളി അതൊരു 3 പേരെ കൊണ്ട് പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇതിൽ ഏതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ 3 കൂടി ക്ലബ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മുമ്പിൽ പറഞ്ഞാൽ മതി, ഇതാണ് നമ്മുടെ ആക്ഷൻ പ്ലാൻ, നമ്മൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ സത്യം പറയാം, നമ്മൾ VD സതീശൻ ചരിത്രത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്നുള്ളതൊക്കെ അറിയും.